നമസ്കാരം. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായ അലൻ. വീട്ടിലെത്താൻ 100 മീറ്റർ മാത്രം ബാക്കി നിൽക്കെയാണ് അലന്റെ ജീവൻ കാട്ടാന എടുത്തത്. സ്ഥിരമായി വീട്ടിലേക്ക് പോകാറുള്ള വഴിയിലൂടെ നടന്നു പോവുകയായിരുന്ന 23-കാരൻ അലനും അമ്മയ്ക്കും നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. കൊച്ചിയിലെ ലുലു മാളിലാണ് അലൻ ജോലി ചെയ്തിരുന്നത്. ലീവിന് നാട്ടിൽ വന്നതായിരുന്നു അലൻ. പാലക്കാട് മുണ്ടൂരിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. കാട്ടാന ചവിട്ടിക്കൊന്ന അലന്റെ മാതാവ് വിജിയുടെ ചികിത്സാ ചെലവ് വനംവകുപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നതുവരെ അലന്റെ പോസ്റ്റ്മോർട്ടം നടത്താൻ സമ്മതിക്കില്ലെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ. വിജിയുടെ തോളെല്ലിന് ഗുരുതരമായ പരിക്കുണ്ട്. ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നാട്ടുകാരും ബന്ധുക്കളും പ്രതിഷേധം നടത്തി. തീരുമാനം അംഗീകരിക്കുന്നില്ല എങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങുന്നില്ലെന്ന നിലപാടിലുമായിരുന്നു ബന്ധുക്കൾ. സോളാർ ഫെൻസിംഗ് തകർത്താണ് കാട്ടാന എത്തിയത്. വർഷങ്ങളായി വെളിച്ചമോ വഴിയോ സൗകര്യങ്ങളോ ഇല്ലാതെ ദുരിതത്തിലാണ് അലൻ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ. നാട്ടുകാരൊന്നടങ്കം ഈ ആവശ്യങ്ങൾ അധികാരികളെ പലവട്ടം അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല. കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള നടപടികൾ ഉടൻ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാവിലെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ മുണ്ടൂരിൽ പുരോഗമിക്കുകയാണ്. സംഭവം പറഞ്ഞ സുഹൃത്തുക്കളും നാട്ടുകാരും രാഷ്ട്രീയ പ്രതിനിധികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ തടിച്ചുകൂടിയത്. പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് ശക്തമായ മഴയുണ്ടായിരുന്നു. വഴിവിളക്കിന്റെ അരണ്ട വെളിച്ചം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നടന്നു വരികയായിരുന്ന അലനും അമ്മയ്ക്കും നേരെ പാഞ്ഞെടുത്ത കാട്ടാനയെ അവർ കണ്ടില്ല. ആന തട്ടിയപ്പോഴാണ് ഇവർ തിരിച്ചറിഞ്ഞത്. ആക്രമണത്തിൽ പരിക്ക് പറ്റിയിരുന്നെങ്കിലും മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി അമ്മ വിജി സുഹൃത്തുക്കളെ ഫോൺ വിളിച്ച് വരുത്തുകയുമായിരുന്നു. 2 ദിവസമായി പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരുന്നുവെന്നും നാട്ടുകാർ. 3 ആനകൾ കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തിയിരുന്നു. 7 വർഷത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ മുണ്ടൂരിൽ കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീ ഉൾപ്പെടെ 4 പേരാണ്. വനംവകുപ്പ് താൽക്കാലിക വാച്ചർമാർ ഉൾപ്പെടെ 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കാട്ടാന ശല്യം തടയാൻ ശാശ്വത പരിഹാര മാർഗങ്ങളൊന്നും തന്നെ അധികൃതർ നടപ്പിലാക്കിയിട്ടുമില്ല.